മിസ്റ്റർ ബീനിന് ഒരു ദൗത്യം കിട്ടി. ഒരു കപ്പലിൽ നിന്ന് വിവരങ്ങൾ മോഷ്ടിക്കണം. ബീനും സംഘവും രഹസ്യമായി ആഡംബര കപ്പലിൽ കയറി. പക്ഷേ അബദ്ധത്തിൽ അടുക്കളയുടെ പുറംഭിത്തിക്കരികിലൂടെ കടന്നുപോയി. അവരുടെ കാന്തിക ബൂട്ടുകൾ കാരണം കട്ട്ലറി മുഴുവൻ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു. ആദ്യ ചുവടുവെച്ചപ്പോൾ തന്നെ എല്ലാവരും അവരുടെ സാന്നിധ്യം അറിഞ്ഞു. അവർ ഡെക്കിലെത്തി അകത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ലൈറ്റുകൾ തെളിഞ്ഞു. ഒരു സുന്ദരി അവരെ കണ്ടിരുന്നു. അംഗരക്ഷകർ ഉടൻ അവരെ പിടികൂടി ഒരു മുറിയിൽ പൂട്ടി. മിസ്റ്റർ ബീൻ പോക്കറ്റിൽ നിന്ന് ഒരു കോട്ടൺ സ്വാബ് എടുത്ത് മടക്കി വാതിലിന്റെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് കയറ്റി. ആ തന്ത്രം ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടു. പക്ഷേ ബഹളം കേട്ട് മുകളിലത്തെ നിലയിലെ അംഗരക്ഷകർ ഉണർന്നു. ബീനും സംഘവും എഞ്ചിൻ റൂമിൽ പ്രവേശിച്ച് ഡാറ്റ മോഷ്ടിക്കാനുള്ള ഉപകരണം സ്ഥാപിച്ചു. ശേഷം ഡെക്കിലെത്തി പങ്കാളി വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു. സ്ത്രീ പിസ്റ്റളുമായി പിന്നാലെ. ബീൻ പറഞ്ഞു, നിനക്കെന്നെ കൊല്ലണമെങ്കിൽ നീ അതിപ്പോൾ ചെയ്തേനെ. സ്ത്രീ പെട്ടെന്നൊരു ഡബിൾ ഏജന്റിന്റെ രഹസ്യ കോഡ് പറഞ്ഞു. വീണ്ടും കാണുന്നതുവരെ അവൾ സ്റ്റൈലായി വിട പറഞ്ഞു. ഹോട്ടലിൽ തിരിച്ചെത്തിയ മിസ്റ്റർ ബീൻ ഉറങ്ങാൻ കഴിയാതെ കിടന്നു. അതേ നിമിഷം സുന്ദരിയായ ഏജന്റ് റൂമിൽ പ്രവേശിച്ചു. കയ്യിൽ പിസ്റ്റൾ ഉണ്ടായിരുന്നു. ബീൻ ലൈറ്റിട്ട് മരുന്നുകൾ പുറത്തെടുത്തു. ഗുളികകളിലേക്ക് നോക്കി ഏതാണ് ഉറക്കമുണ്ടാക്കുന്നതെന്നും ഏതാണ് ബോധം കെടുത്തുന്നതെന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. അബദ്ധത്തിൽ ഉറക്ക ഗുളിക വിഴുങ്ങിക്കിടന്നു. അതിനിടെ സ്ത്രീ ബെഡ്റൂം വാതിൽക്കലെത്തി. അവൾ അത് തുറക്കാൻ ഒരുങ്ങുകയായിരുന്നു. വ്യക്തമായും ബീനിന് മരുന്ന് തെറ്റിപ്പോയിരുന്നു. ഉറക്കത്തിൽ അവൻ ബാറിലേക്ക് ചെന്ന് നൃത്തം തുടങ്ങി. സ്ത്രീബോധം വീണ്ടെടുത്ത് അവനെ തെരഞ്ഞു. ഡാൻസ് ഫ്ലോറിൽ അവനെ കണ്ട് കർട്ടനു പിന്നിൽ ഒളിച്ചു തോക്കു ചൂണ്ടി. പെട്ടെന്ന് സംഗീതം മാറി. ബീൻ ഇടത്തേക്ക് ആടി. അവളുടെ ലക്ഷ്യം തെറ്റി. അവൾ തോക്കുപേക്ഷിച്ച് ഡാൻസ് ഫ്ലോറിലേക്ക് വന്നു. താളത്തിനൊപ്പം അവൾ അവന്റെ പിന്നിലേക്ക് നീങ്ങി. ബീൻ വാച്ചിൽ നിന്ന് ഒരു ആയുധമെടുത്തു. പക്ഷേ അവൾ അവന്റെ കൈകൾ പിടിച്ച് അവനോടൊപ്പം നൃത്തം തുടങ്ങി. പെട്ടെന്ന് അവൻ കുനിഞ്ഞ് ഏജന്റിനെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.